കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖ വന്ദേ വാൽമീകി കോകിലം. ആപദാമപഹർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം. പ്രിയ കുടുംബാംഗങ്ങളെ, ഈ രാമായണം വായിക്കുന്ന ആൾക്കാർക്ക്, അത് ശരിക്കും അതിൻ്റെ അർത്ഥമറിഞ്ഞ് വായിക്കുന്ന ആൾക്കാർക്ക്, പ്രത്യേകിച്ച് എഴുത്തച്ഛൻ്റെ രാമായണമാണ് നമ്മൾ പാരായണം ചെയ്തിരിക്കട്ടെ, അവർക്കുണ്ടാകുന്ന വലിയൊരു സംശയം. ഈ സംശയം നിരവധി ആൾക്കാർക്കുണ്ടാവുകയും ഈ ഒരു സംശയത്തിൻ്റെ പേരിൽ ഇത് കൃത്യമായിട്ട് ഇതിൻ്റെ പിന്നാമ്പുറത്തുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാതെ നിരവധി വേദികളിൽ ഹിന്ദു സമൂഹത്തെയും രാമായണത്തെയും അടച്ച് ആക്ഷേപിക്കുന്ന ചില വിഭാഗക്കാരുണ്ട്. അതിൽ പ്രധാനമായിട്ടും നമ്മുടെ ശ്രീരാമനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്ന ചില ആൾക്കാർ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കുള്ളൊരു മറുപടി, അതുപോലെ ഈ വിഷയം പലരും പറയുമ്പോൾ നമ്മൾക്ക് കേൾക്കുമ്പോൾ നമ്മൾക്കും ഒരു ആശയക്കുഴപ്പം, ഇത് ശരിയാണല്ലോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഞാൻ ഈ ഒരു വിഷയവുമായിട്ട് വരാൻ കാരണം. എന്താണ് ചോദ്യം എന്നല്ലേ? ചോദ്യം, ശ്രീരാമചന്ദ്രൻ്റെ അരികിലേക്ക് പ്രണയ അഭ്യർത്ഥനയുമായി പോവുകയാണ് ആര്? ശൂർപ്പണഖ. ശ്രീരാമൻ്റെ അടുത്ത് ആകെ പോയി പറയുന്നത്, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ഒരു വാക്ക് പറയുന്നത് തെറ്റാണോ? അപ്പോൾ ശ്രീരാമൻ പറഞ്ഞത് എന്താ? എനിക്ക് അരികിൽ ഒരു ഭാര്യയുണ്ട്, എൻ്റെ അനുജൻ ഭാര്യയില്ലാതെ ഒറ്റക്കാണ് അവിടെ, അതുകൊണ്ട് നീ അവൻ്റെ അടുത്ത് പോയി ചോദിച്ചോളൂ, അവൻ നിന്നെ എന്തായാലും കല്യാണം കഴിക്കാൻ താല്പര്യപ്പെടും എന്ന് പറയുന്നു. ഉടനെ ഈ ശൂർപ്പണഖ നേരെ ലക്ഷ്മണൻ്റെ അരികിലേക്ക് പോകുന്നു. ലക്ഷ്മണനോട് ചോദിക്കുന്നു, എനിക്ക് ഭർത്താവില്ല, ഞാൻ ഇങ്ങനെ ഏകയാണ്, അതുകൊണ്ട് എനിക്ക് നിങ്ങളെ ഇഷ്ടമായിട്ടുണ്ട്, നിങ്ങൾ എന്നെ വിവാഹം കഴിക്കണം. അപ്പോൾ ലക്ഷ്മണൻ പറയുന്നത് എന്താ? പറ്റില്ല, നീ വീണ്ടും ഏട്ടൻ്റെ അടുത്ത് പോയിക്കോളൂ, ഞാൻ അയാളെ ദാസനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടത്തേക്ക് പറഞ്ഞയക്കുന്നു. അങ്ങനെ ഒരു പെണ്ണ് ഒരു വിവാഹാഭ്യർത്ഥന നടത്തി ആ പെണ്ണിനെ ഇങ്ങനെ തട്ടി കളിച്ച്, ഒരു രസിക്കുന്ന പൂച്ച എലിയെ തട്ടും പോലെ ഇങ്ങനെ തട്ടി കളിച്ചിട്ട് അവസാനം അവളുടെ മൂക്കും മുലയും കാതും ഛേദിച്ചു എന്ന് പറയുന്ന ആ ഒരു വൃത്തികേട് മര്യാദ പുരുഷോത്തമനായ ശ്രീരാമചന്ദ്രൻ ചെയ്യാൻ പാടുണ്ടോ? ഇത്തരത്തിൽ നിരവധി വേദികളിൽ ശ്രീരാമചന്ദ്രനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ആൾക്കാർ സംസാരിക്കാറുണ്ട്. യാഥാർത്ഥ്യം എന്താണെന്ന് ആരും ചിന്തിക്കാറില്ല. ഇത് എന്തുകൊണ്ടാണ് ചിന്തിക്കാത്തതെന്ന് വെച്ചാൽ, നമ്മൾക്കറിയാം മൂലഗ്രന്ഥം എന്ന് പറയുന്നത് രാമായണമാണ്. ഈ മൂലഗ്രന്ഥമായ രാമായണത്തിൻ്റെ അകത്ത് 24,000 ശ്ലോകങ്ങളാണ് ഉള്ളത്. എന്നാൽ നമ്മളിവിടെ മലയാളികളായ ആൾക്കാർ പാരായണം ചെയ്യുന്ന രാമായണം ഏതാണ്? എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടാണ്. അധ്യാത്മരാമായണമാണോ? അല്ല, അധ്യാത്മരാമായണം കിളിപ്പാട്ട്. അപ്പോഴൊരു സംശയം വരും, അധ്യാത്മരാമായണം എന്നിട്ട് വേറെയുണ്ടോ? ഉണ്ട്. ഈ വാൽമീകി രാമായണം വായിച്ച് അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട്, വാൽമീകി രാമായണത്തിൽ ശ്രീരാമൻ മര്യാദ പുരുഷോത്തമനായിട്ടുള്ള ഒരു ആളാണ്, ഒരു മനുഷ്യനായിട്ടാണ്. എന്നാൽ അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് അത് വായിച്ചിട്ട് ആവേശം കൊണ്ട് ആ ശ്രീരാമനെ പൂർണ്ണമായിട്ട് മഹാവിഷ്ണുവിൻ്റെ അവതാരം എന്ന വിധത്തിൽ ചിത്രീകരിച്ചിട്ടുള്ളതാണ് നമ്മുടെ ഈ പറയുന്ന അധ്യാത്മരാമായണം. ആന്ധ്രയിലുള്ള വൈഷ്ണവ സന്യാസിയായിട്ടുള്ള രാമാനന്ദൻ എന്ന് പറയുന്നവരാണ് അത് എഴുതിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും ഭഗവാന്റെ പരിവേഷം നൽകിയിട്ട് അദ്ദേഹം എഴുതുമ്പോൾ അതിൽ കുറേ ഭാഗം അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ നിന്നെടുത്ത് എഴുതിയിട്ടുള്ളതാണ്. പക്ഷേ അതിൻ്റെ അടിസ്ഥാനമായ ഗ്രന്ഥം വാൽമീകി രാമായണമാണ്, അത് ഓർമ്മ വേണം. അപ്പോൾ അതിനുശേഷം ഈ അധ്യാത്മരാമായണമാണ് എഴുത്തച്ഛൻ വായിച്ചിട്ടുള്ളത്. അപ്പോൾ എഴുത്തച്ഛൻ ആ അധ്യാത്മരാമായണത്തിൻ്റെ ഒരു 90% എടുക്കുന്ന കൂട്ടത്തിൽ തൻ്റെതായ ഒരുപാട് സംഭാവനകളും അതിൽ നൽകി, ചില ഭാഗങ്ങൾ ഒഴിവാക്കുകയും ചെയ്തു. അങ്ങനെയുള്ള കിളിപ്പാട്ടാണ് നമ്മൾ പാരായണം ചെയ്യുന്നത് എന്ന് നമ്മൾ ആദ്യം ഓർക്കണം. എന്ന് വെച്ചാൽ മൂലഗ്രന്ഥമല്ല, വാൽമീകിയുടെ രാമായണമല്ല നമ്മൾ പാരായണം ചെയ്യുന്നത്. ഇനി ഇവിടെ വന്ന ചോദ്യം എന്താണ്? അതാണ് ഏറ്റവും വലിയ രസകരം. ഒരു പെൺകുട്ടി ഒരാളോട്
വിവാഹാഭ്യർത്ഥന നടത്തിക്കഴിഞ്ഞാൽ എനിക്ക് താല്പര്യമില്ല, നീ മറ്റാരെങ്കിലും നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് ഒഴിവാക്കാം, അല്ലെങ്കിൽ ഞാൻ കല്യാണം കഴിക്കാം. ഈ 2 വാക്കേ പറയണ്ടു. എന്തുകൊണ്ട് ശ്രീരാമൻ ഇങ്ങനെ പറഞ്ഞു? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്താണെന്ന് വെച്ചാൽ, ഈ ശൂർപ്പണഖ ഈ പറയുന്ന നമ്മുടെ ശ്രീരാമൻ്റെ അരികിലേക്ക് വരുന്നുണ്ടല്ലോ, ഈ വരുന്നതിന് കൃത്യമായ ലക്ഷ്യമുണ്ടായിരുന്നു. അത് വാൽമീകിയുടെ രാമായണത്തിൻ്റെ പരിഭാഷയായിട്ടുള്ള നിരവധി രാമായണം എടുത്തു നോക്കിയാൽ അതിലെല്ലാ കഥകളുണ്ട്. കമ്പരാമായണത്തിലുണ്ട്, കൃത്തിവാസ രാമായണത്തിലൊക്കെ ആ കഥകളുണ്ട്. എന്നാൽ എഴുത്തച്ഛൻ്റെ രാമായണത്തിൽ അത് വന്നിട്ടില്ല. എന്താണെന്നറിയോ? ഈ ശൂർപ്പണഖയ്ക്ക് ഒരു മകനുണ്ട്. ശംഭുകുമാരൻ എന്നാണ് ആ മകനെ വിളിച്ചിരുന്നത്. ഈ ശംഭുകുമാരൻ ഈ പറയുന്ന അമ്മയോടൊപ്പമാണ് ഈ പറയുന്ന പഞ്ചവടിക്കരികിലുള്ള ജനസ്ഥാന ദേശത്താണ് ഇങ്ങനെ കഴിഞ്ഞു വന്നിരുന്നത്. അതിന് തൊട്ടടുത്താണല്ലോ നമ്മുടെ ഖരനും ദൂഷണനും തൃശ്ശിരസുമായിട്ടുള്ള കൂട്ടാളികളെല്ലാം കഴിയുന്നത്, അതെല്ലാം അടുത്താണ്. അപ്പോഴാണ് ഈ പഞ്ചവടി എന്ന് പറയുന്ന സ്ഥലത്ത് രാമലക്ഷ്മണന്മാരും സീതാദേവിയും കൂടി ഒന്നിച്ച് അവിടെ വന്നിട്ട് എന്ത് ചെയ്യുന്നു? അവിടെ പർണശാല കിട്ടുന്നു. 5 വടവൃക്ഷങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത്, അതാണ് പഞ്ചവടി എന്ന് പറയുന്നത്. അവിടെ വന്നിട്ട് അതിൻ്റെ മധ്യഭാഗത്തായിട്ട് ഇവർ ഒരു പർണശാല, ഒരു ആശ്രമം കെട്ടി താമസിക്കുന്നു. അപ്പോൾ ആ അവസരത്തിൽ ഈ വനത്തിൽ പഞ്ചവടിയിലെ ഈ ആശ്രമത്തിന് മുന്നിലൂടെ ശംഭുകുമാരൻ പോകാനിടയായപ്പോഴാണ് അതീവ സുന്ദരിയായിട്ടുള്ള, ആര് കണ്ടാലും നോക്കി നിന്ന് പോകുന്ന, ഭ്രമിച്ചു പോകുന്ന, ഭൂലോകരംഭ എന്ന് പറയാൻ പറ്റില്ല, അതിനേക്കാൾ സൗന്ദര്യത്തെക്കുറിച്ച് വർണ്ണിക്കാൻ പറ്റില്ല, കവികൾ പോലും വാവിളിച്ചു പോകും എന്ന് പറയുന്ന തരത്തിൽ അതീവ സുന്ദരിയായിട്ടൊരു സൗന്ദര്യധാമത്തിനെ അവിടെ കാണുന്നു. അതിനെ എങ്ങനെയും സ്വന്തമാക്കണമെന്നുള്ളൊരു ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉടലെടുത്തു. പക്ഷെ നോക്കുമ്പോഴാണ് ആയുധപാണികളായ 2 പേർ അവിടെയുണ്ട്. അപ്പോൾ നേരിട്ട് ഏറ്റുമുട്ടുന്നത് ശരിയല്ല, തന്ത്രപൂർവ്വം ഈ പെൺകുട്ടിയെ കൈവശപ്പെടുത്തണം, അവളെ ഞാൻ ഉപയോഗിക്കണം എന്നുള്ള ചിന്തയോടുകൂടി എന്താണ് ഒരു അവസരം പാർത്തിട്ട് ഈ പറയുന്ന ആശ്രമത്തിൻ്റെ നേരെ മുൻഭാഗത്തായിട്ട് ഇത് നിരീക്ഷിച്ചും കൊണ്ട് ഒരു കരിന്താളി വൃക്ഷത്തിൻ്റെ രൂപത്തിൽ അവിടെ നിന്നു എന്നാണ് പറയുന്നത്. ആര്? ഈ ശംഭുകുമാരൻ. അങ്ങനെ കരിന്താളി വൃക്ഷത്തിൻ്റെ രൂപത്തിൽ അവിടെ നിന്ന് ഈ ആശ്രമത്തിനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ മനസ്സിലായി. കാരണം അവിടെ താമസം തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായല്ലോ. അപ്പോൾ അതിനു മുമ്പൊന്നും കാണാത്തൊരു കരിന്താളി വൃക്ഷം അവിടെ ഉണ്ടാകുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ എന്തോ ഒരു അപകടം മണത്തു. മാത്രമല്ല, ആ ഏതൊരു വീടിൻ്റെ മുന്നിലും ഇത്തരത്തിലുള്ള മരങ്ങൾ പാടില്ല എന്ന് ഒരിതുണ്ട്, അത് ദുശകുനമാണ്. അപ്പോൾ ഉടൻ തന്നെ ലക്ഷ്മണനോട് പറഞ്ഞു, ലക്ഷ്മണ, നീ ആ കരിന്താളി വൃക്ഷം ഉണ്ടല്ലോ, അത് നമ്മുടെ ആശ്രമത്തിൻ്റെ മുറ്റത്തും ദോഷമാണ്, നീ അതിന് വെട്ടി അങ്ങോട്ട് കളഞ്ഞോളൂ എന്ന് പറഞ്ഞു. ലക്ഷ്മണൻ പോയിട്ട് ആ കരിന്താളി വൃക്ഷത്തെ അങ്ങോട്ട് മുറിച്ച് കളഞ്ഞു. അതോടുകൂടി ശംഭുകുമാരൻ അങ്ങ് കൊല്ലപ്പെട്ടു. ശംഭുകുമാരൻ്റെ അവസ്ഥ മനസ്സിലായല്ലോ. ഇത് ആരറിഞ്ഞു? ശൂർപ്പണഖ അറിഞ്ഞു. തൻ്റെ ഭർത്താവിനെ രാവണൻ കൊന്നു കളഞ്ഞു, തൻ്റെ മകനെ ലക്ഷ്മണനും കൊന്നു. തനിക്ക് ആരുമില്ല. ആകെ വൈരാഗ്യം ഉള്ളിൽ ഉടലെടുത്തു. എങ്ങനെയാണ് ശ്രീരാമനെയും ലക്ഷ്മണനെയും വകവരുത്തുക? കാരണം തൻ്റെ മകനെ കൊന്നവരെ ഇനി ഭൂമുഖത്ത് വച്ചേക്കാൻ പാടില്ല എന്നൊരു ചിന്തയാണ് ശൂർപ്പണഖ മെല്ലെ എവിടത്തേക്ക് വരുന്നത്? ഈ ആശ്രമത്തിനടുത്തേക്ക് വരുന്നത്. ഇവർ ചില്ലറക്കാരല്ല എന്നറിയാം, കാരണം ശംഭുകുമാരനെ കൊല്ലണമെങ്കിൽ ചില്ലറക്കാരല്ലല്ലോ. അപ്പോഴെന്ത് വേണം? തന്ത്രപൂർവം സ്നേഹം നടിച്ച് ഇവരുടെ ആശ്രമത്തിൽ കയറി പറ്റണം. അതിനുശേഷം ഓരോരാളെയായിട്ട് അങ്ങ് വകവരുത്താം എന്നുള്ള ചിന്തയായിരുന്നു ശൂർപ്പണഖ്. അതിനാണ് ഈ പറയുന്ന ശ്രീരാമൻ്റെ അരികിലേക്ക് ശൂർപ്പണഖ സുന്ദരി വേഷമണിഞ്ഞ്, മായാമോഹിനി വേഷമണിഞ്ഞ് അരികിലേക്ക് വരുന്നത്. എന്നാൽ ഈ ശ്രീരാമചന്ദ്രന് ഈ കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. ഇത് വന്നിരിക്കുന്നത് ഒറ്റ ആരുമല്ല. കാരണം എന്താ? ഇങ്ങനെ ഒരു സുന്ദരിയായ പെൺകുട്ടി അവിടെ വരാൻ സാധ്യതയേയില്ല. കാരണം അവിടെയുള്ള എല്ലാ ഋഷിമാരും മറ്റുള്ളവരെയൊക്കെ അറിയാം. പഞ്ചവടിയിൽ താമസം തുടങ്ങി ചില്ലറക്കാലല്ല, കുറച്ച് കാലമായല്ലോ. അപ്പോൾ എല്ലാ ആൾക്കാരും അറിയുന്നതാണ്. അപ്പോൾ ഇതുവരെ കാണാത്തൊരു വ്യക്തി ഒറ്റയ്ക്ക് ഒരു പെൺകുട്ടി ഇവിടെ വരാൻ സാധ്യതയേയില്ല. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയ ശ്രീരാമചന്ദ്രൻ അവളുടെ ഉള്ളിലിരിപ്പ് പുറത്തേക്ക് കൊണ്ടുവരണം, അവളുടെ ഉദ്ദേശ ലക്ഷ്യം പുറത്തു കൊണ്ടുവരണം, അവളുടെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന എന്തെങ്കിലും ഭാവം ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് കൊണ്ടുവരണം എന്നുള്ള ചിന്തയോടുകൂടിയാണ് ശ്രീരാമചന്ദ്രൻ മെല്ലെ ആരോട് പറയുന്നത്? നമ്മുടെ ഈ ശൂർപ്പണഖയോട് പറയുന്നത്. ശൂർപ്പണഖ വന്നിട്ട് എന്താ ചോദിച്ചത്? എനിക്ക് നിങ്ങളെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട്, IW എന്ന് പറഞ്ഞു. അപ്പോൾ ഈ IW എന്ന് പറഞ്ഞ ഉടൻ തന്നെ നമ്മുടെ ശ്രീരാം പറഞ്ഞു, നോ, ഞാനിപ്പം മാരീഡാണ്, നീ ഒരു കാര്യം ചെയ്യും, അവിടെ കല്യാണം കഴിക്കാതിരിക്കുന്ന ഒരാളതാ അവിടത്തേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞു. ഇവൾ ഉടനെ അവിടത്തേക്ക് പോകുമ്പോൾ തന്നെ ശ്രീരാമചന്ദ്രൻ ഉറപ്പിച്ചു, ഈ വന്നത് സാധാരണക്കാരിയല്ല. എന്തുകൊണ്ട്?
ഒരു പുരുഷനോട് ആത്മാർത്ഥമായി സ്നേഹം തോന്നിയ ഒരു പെൺകുട്ടി ഒരു കാരണവശാലും അവൻ വേറൊരു പുരുഷനെ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ അവിടത്തേക്ക് പോയിട്ട് പ്രണയാഭ്യർത്ഥന നടത്തില്ല. ഒരു പുരുഷനെ മനസ്സാ വരിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറൊരു പുരുഷൻ്റെ അരികിലേക്ക് പോകില്ല. അത് പെൺകുട്ടികൾക്ക് മാത്രമുള്ള ഒരു പവിത്രതയാണ്. ഒരാളെ ഇഷ്ടപ്പെട്ടു, ശ്രീരാമചന്ദ്രനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ശ്രീരാമചന്ദ്രൻ പറഞ്ഞ് എനിക്ക് ഇതിനോട് താല്പര്യം, നീ വേണമെങ്കിൽ അവൻ്റെ അടുത്ത് പോയിക്കോ എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടി അങ്ങനെ പോവുമോ? പോകില്ല. അപ്പോൾ ഇവള് പോയി അവിടെ പറഞ്ഞു. അവിടെ പറയുന്ന സമയത്ത് തന്നെ ലക്ഷ്മണനെ നോക്കി ശ്രീരാമൻ ഇങ്ങനെ പുഞ്ചിരിക്കുന്നുണ്ട്. ലക്ഷ്മണന് കാര്യം പിടികിട്ടി. ലക്ഷ്മണൻ പറഞ്ഞു, ഞാനിപ്പോൾ വിവാഹം കഴിക്കില്ല. കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ ദാസനാണ്, നീയാണെങ്കിൽ സുന്ദരിയാണ്. നീ സുന്ദരിയായ നീ അദ്ദേഹത്തിൻ്റെ ദാസിയായിരിക്കാൻ തക്കവളല്ല, നീ അദ്ദേഹത്തിന് പട്ടമഹിഷിയാവാൻ പറ്റിയവളാണെന്ന് പറഞ്ഞിട്ട് വീണ്ടും അങ്ങോട്ടേക്ക് വിട്ടു. അങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഇവളുടെ ഉള്ളിലുള്ള വികാരത്തെ മനസ്സിലാക്കണം. അവസാനം ഇവളുടെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന ആ രാക്ഷസീയമായ രൂപം വെളിയിലേക്ക് വന്നു. ഈ വെളിയിലേക്ക് വന്ന സമയത്ത് അവൾക്ക് തോന്നി, ഇനി ഇവിടെ എങ്ങനെ പിടിച്ചു കയറാൻ കഴിയില്ല. അതുകൊണ്ട് ഇവർക്ക് എല്ലാം നാശമുണ്ടാണ്. ഇവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് സീതാദേവി അങ്ങ് ആക്രമിച്ചിട്ട് നശിപ്പിക്കാമെന്നുള്ള ഭാവത്തിലാണ് സീതാദേവിയുടെ അടുത്തേക്ക് ആക്രമിക്കാൻ വേണ്ടി വരുന്നത്. അങ്ങനെ വരുമ്പോൾ സ്വതവേ സ്ത്രീകളെ ഉപദ്രവിക്കുകയോ കൊല്ലുകയോ ചെയ്യാറില്ല സൂര്യവംശത്തിലെ ആൾക്കാർ. പക്ഷെ ഇത് രാക്ഷസിയാണ്, ഇവരുടെ നാശത്തിന് വേണ്ടി വന്നവരാണ്, അവർക്കൊരു ശിക്ഷ കൊടുത്തയക്കണം. അതുകൊണ്ടാണ് ലക്ഷ്മണൻ മൂക്കും കാതും ഛേദിച്ചത് എന്നാണ് പറയുന്നത്. ആ ഒരു ശിക്ഷ, അതിനുള്ള ഏറ്റവും വലിയ ശിക്ഷയാണ് ഈ മൂക്കും കാതും ഛേദിക്കുക. അത് സ്ത്രീകൾക്ക് ഉള്ള ഒരു ശിക്ഷയാണ്. അത് പുരുഷന്മാർക്കല്ല ചെയ്യാറുള്ളത്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ രൂക്ഷമായി മോശമായി പെരുമാറുന്ന, സമൂഹത്തിൽ മോശമായിട്ട് കാമാന്ധയായിട്ടൊക്കെ പെരുമാറുന്ന ആൾക്കാർക്കാണ് ഇത്തരത്തിലുള്ള ശിക്ഷ സൂര്യവംശത്തിൻ്റെ ഇതിൽ കൊടുത്തിരുന്നത്. അപ്പോൾ ആ ശിക്ഷയാണ് ശൂർപ്പണഖയ്ക്ക് അവിടെ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കും, അയ്യോ സ്ത്രീകളെ കൊല്ലുമാറില്ല എന്ന് പറഞ്ഞിട്ട് താടകയെ എങ്ങനെയാണ് കൊന്നതെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും. താടകയെ കൊന്നത് വളരെ കൃത്യമായിട്ട് പറയാം, ഇതേപോലെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ അരികിലേക്ക് വരുന്നുണ്ട്. വിശ്വാമിത്രൻ്റെ യാഗം സംരക്ഷിക്കാൻ വേണ്ടി പോകുമ്പോഴാണ്. ബാലന്മാരായ രാമനും ലക്ഷ്മണനും വിശ്വാമിത്രനോടൊന്നിച്ച് ഈ താടക വനത്തിലെത്തിയപ്പോഴാണ് മലപോലെ ശരീരമുള്ള അതിഭീമാകാരമായ രൂപത്തോടു കൂടിയുള്ള താടക ഈ രാമലക്ഷ്മണന്മാരെയും വിശ്വാമിത്രനെയും ആക്രമിക്കാൻ വേണ്ടി എത്തുന്നത്. അങ്ങനെ ഒരു കാരണവുമില്ലാതെ ആക്രമിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് അവൾക്കൊരു ശിക്ഷ കൊടുക്കുന്നുണ്ട്. എന്താണെന്നറിയോ? അവളുടെയും മൂക്കും കാതും ഇതേ രാമലക്ഷ്മണന്മാർ ഛേദിക്കുന്നുണ്ട്. ആരുടെ നിർദ്ദേശപ്രകാരം? ഗുരുവായ വിശ്വാമിത്രൻ്റെ നിർദ്ദേശപ്രകാരം. അതാണ് അവിടെ ഏറ്റവും ക്രൂരമായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർക്കുള്ള ശിക്ഷയാണത്. ആ ശിക്ഷ അവിടെ നടപ്പിലാക്കുന്നു. പക്ഷേ ഈ ശിക്ഷ ഏറ്റുവാങ്ങിച്ചിട്ടും പക തീരാതെ വീണ്ടും ഇവരെ കൊല്ലുവാനായി ഉരുമ്പിട്ട് വരുന്ന താടകയെ പിന്നെ എന്ത് ചെയ്യണം? കൊല്ലാതെ രക്ഷയില്ല. ഇല്ലെങ്കിൽ നമ്മുടെ നിലനിൽപ്പ് പോലും ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് വിശ്വാമിത്രൻ പറയുന്നത്, ഇനി നോക്കണ്ട, അവളെ തട്ടിക്കളഞ്ഞോളൂ എന്ന്. ഇത് വാൽമീകി രാമായണത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. മറ്റുള്ള രാമായണത്തിലല്ല, വാൽമീകി രാമായണത്തിൽ തന്നെ. ഇത് എഴുത്തച്ഛൻ്റെ രാമായണത്തിൽ നമുക്ക് കാണുന്നില്ല എന്ന് മാത്രം. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ രാമായണം വായിച്ചിട്ട് വെറുതെ അങ്ങ് പോയിട്ടൊരു കാര്യമില്ല. രാമായണം വായിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ അമൂല്യമായ കുറേ കാര്യങ്ങൾ നമുക്ക് പകർത്താനുണ്ട്. അതെന്താണെന്ന് നമ്മൾ ചിന്തിക്കണം. ഈ ശൂർപ്പണഖ രാമലക്ഷ്മണന്മാരുടെ അരികിൽ മോഹിനിയുടെ രൂപത്തിൽ, സുന്ദരിയുടെ രൂപത്തിൽ കടന്നു വരുന്നുണ്ട്. എന്തിനാ? അവരുടെ നാശം വിതയ്ക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെയാണ് നമ്മളുടെ വീട്ടിലേക്ക്, നമ്മുടെ പെൺമക്കളുടെ അരികിലേക്ക് പലരും പല മോഹന വാഗ്ദാനങ്ങളും മധുര സംഭാഷണങ്ങളുമായി കടന്നു വരുന്നത്. നമ്മുടെ പെൺമക്കളത് അറിയുന്നില്ല. നിർബന്ധമായിട്ടും ഈ ഭാഗം നിങ്ങൾ അവർക്ക് കേൾപ്പിച്ചു കൊടുക്കണം. ഇങ്ങനെ വരുന്ന ഈ ആൾക്കാർ എന്താ പെൺകുട്ടിയോട് പറയാ? നീ അതീവ സുന്ദരിയാണ്, നിനക്ക് നല്ല കഴിവുണ്ട്, നിന്നെ കണ്ടു കഴിഞ്ഞാൽ ആരും നോക്കി നിന്ന് പോകും, നീ ഐശ്വര്യ റായിയെ പോലെയാണ്, നീ എൻ്റെ ഒന്നിച്ച് വരികയാണെങ്കിൽ ഞാൻ ഡൽഹി കാണിക്കാം, നിന്നെ താജ്മഹൽ കാണിക്കാം, നിന്നെ കുത്തബ് മിനാർ കാണിക്കാം, നിനക്ക് വേണ്ടുന്ന എല്ലാ പർദീസയും ഞാൻ ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞ് അവളുടെ വീക്ക്നെസ് എന്താണോ അത് മനസ്സിലാക്കി അവർക്ക് വേണ്ടുന്ന അല്ലെങ്കിൽ അവൾക്ക് വേണ്ടുന്ന സാധനങ്ങൾ തൽക്കാലം പലതും കൊടുക്കും. എന്തിനാ? ഈ പെൺകുട്ടിയെ ഇവിടുന്ന് കടത്തിക്കൊണ്ടു പോകണം, എന്നിട്ട് നമ്മുടെ രാജ്യം കടത്തണം, എന്നിട്ട് അവിടെ കൊണ്ടുപോയിട്ട് സിറിയയിലും അഫ്ഗാനിസ്ഥാനിലുമുള്ള തീവ്രവാദികൾക്ക് കാഴ്ച വെക്കണം. ഇതാണ് അവരുടെ ഉദ്ദേശം. അവിടെ ബോംബായി പൊട്ടിത്തെറിക്കണം. ഇതാണ് അവരുടെ ഉദ്ദേശം. അതിന് നമ്മുടെ പെൺകുട്ടികൾ അറിയാതെ ആ വഴിയിൽ വീണു പോകുന്നു. നിരന്തരം നിത്യവും അനവധി പെൺകുട്ടികൾ ഇങ്ങനെ വീണു പോകുന്നുണ്ട്. അവർക്കറിയുന്നില്ല നമ്മുടെ ജീവിതം അവതാളത്തിലേക്കാണ് പോകുന്നതെന്ന്. ഈ ഒരു ഭാഗം നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ,
ഇത്തരത്തിൽ മോഹനമായ വാക്കുകൾ കൊണ്ട് പലരും നമ്മളുടെ അരികിലേക്ക് വരും. പ്രത്യേകിച്ച് നമ്മുടെ ഉദ്യോഗസ്ഥന്മാരായ ആൾക്കാർ പോലും അത്ഭുതപ്പെട്ടു പോകുന്ന, അല്ലെങ്കിൽ അവർ പോലും കുഴിയിൽ ചാടുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഓൺലൈനിലൂടെ പലരും വരും. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ ഇത്ര ലക്ഷം കിട്ടും, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കോടികൾ കിട്ടും. ഇത് കേട്ടിട്ട് അവരുടെ ബാങ്ക് ബാലൻസും ഭാര്യയുടെ കെട്ടുതാലി അടക്കം പണയം വെച്ച് കൊണ്ടുവന്ന പൈസ മുഴുവൻ അവർ പറയുന്നതിലേക്ക് നിക്ഷേപിച്ചിട്ട് അവസാനം നെഞ്ചത്തടിച്ച് പരിതപിക്കുന്ന കാഴ്ച നമുക്കിന്ന് കാണാൻ കഴിയും. ഇതെന്തുകൊണ്ടാണ്? അവരുടെ മോഹനമായ വാഗ്ദാനങ്ങൾ കേട്ടിട്ടാ, വാക്കുകൾ കേട്ടിട്ടാ. അതേപോലെ തന്നെ നമ്മുടെ ആൺകുട്ടികളായാലും പലതരത്തിലുള്ള വാക്കുകൾ കേട്ട് ലഹരിക്കടിപ്പെട്ടു പോകുന്നുണ്ട്. പല പെൺകുട്ടികളും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വന്തം ഭർത്താവിനെ പോലും ഉപേക്ഷിച്ച് മറ്റൊരുത്തൻ്റെ കൂട്ടത്തിൽ പോയിട്ട് അവസാനം ആത്മഹത്യ ചെയ്യേണ്ടെന്ന ഘട്ടത്തിലേക്ക് എത്തുന്നുണ്ട്. സ്വന്തം കുട്ടിയെപ്പോലും കൊന്നിട്ട് വരെ പോകുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ വീടുകളിൽ പലരും പല കാര്യങ്ങളും പറഞ്ഞു വരും. നിങ്ങൾക്ക് ഈ സാധനം വാങ്ങിച്ചോളൂ, ആ സാധനം വാങ്ങിച്ചോളൂ എന്നൊക്കെ പറഞ്ഞു വരുന്നു. അവരുടെ വാക്കുകൾ നമ്മൾ വിശ്വസിക്കുന്നു. നിരന്തരം ഇത്തരത്തിലുള്ള നിരവധി ശൂർപ്പണകമാർ നമ്മുടെ അരികിലേക്ക് വരുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ നമ്മളെന്ത് വേണം? യുക്തിപൂർവ്വം ശ്രീരാമചന്ദ്രൻ സ്വീകരിച്ചതുപോലെ യുക്തിപൂർവ്വം അവരുടെ ഓരോ വാക്കുകളും പ്രവൃത്തികളും നിരീക്ഷിച്ചിട്ട് അതിനെ നിഷ്കരുണം തള്ളിക്കളയണം, അതിനെ ഒഴിവാക്കണം എന്നാണ് പറയാനുള്ളത്. രാമായണം വളരെ ശ്രേഷ്ഠമായൊരു കാവ്യമാണ്. അതിലെ ഓരോ ഭാഗങ്ങളും നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം ധന്യമാക്കാൻ ഇതിലെ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുക. ഇനി നമ്മൾ ചിന്തിക്കേണ്ട വെച്ചാൽ, ഇതുപോലെ നിരവധി രാമായണത്തിലുള്ള പ്രധാനമായ ഭാഗങ്ങൾ എടുത്തിട്ട് ശ്രീരാമനെ മോശമായി ചിത്രീകരിച്ച്, ലക്ഷ്മണനെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് നിരവധി കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലും പല വേദികളിലും ചില ബുദ്ധിജീവികൾ പ്രസംഗിക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കത് സംശയം തോന്നുന്നുണ്ടെങ്കിൽ ഉടനെ എന്ത് വേണമെന്ന് വെച്ചാൽ, ഇതാ എൻ്റെ വാട്സപ്പ് നമ്പർ ഈ വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട്. ആ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് വോയിസ് ആയിട്ട് മെസ്സേജ് ഇടാം. നമ്മൾക്ക് അതിനുള്ള മറുപടി നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ ഈ പറയുന്ന തരത്തിലെ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് വരികയാണെങ്കിൽ ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എഴുതിയിടുക. താഴെ കമൻറ്റ് എഴുതിയിട്ടുണ്ട്, അവിടെ തൊട്ട് കൊടുത്തിട്ട് അവിടെ എഴുതാനുള്ള സൗകര്യം ഉണ്ടാവും, അവിടെ നിങ്ങൾക്ക് എഴുതിയിടാം. ഏതായാലും മറ്റൊരു വീഡിയോയുമായി നമുക്ക് മറ്റൊരു അവസരത്തിൽ വരാം. ഇത്തരത്തിലുള്ള നല്ല നല്ല വീഡിയോകൾ ഇനിയും നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി താഴെ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇംഗ്ലീഷിലൊരു എഴുത്ത് കാണാം, അതൊന്ന് തൊട്ട് കൊടുക്കുക. മുമ്പ് ചെയ്തവരാണെങ്കിൽ ചെയ്യണ്ട. അവിടെ താഴെ സബ്സ്ക്രൈബ് എന്ന് കാണും, നിങ്ങൾ അവിടെ ഒന്ന് തൊട്ട് കൊടുക്കുക വിരലുകൊണ്ട്. അപ്പോൾ അവിടെ ഒരു മണിയുടെ ചിത്രം വരും, അതുകൂടി തൊട്ട് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഞാൻ ഇവിടെ ഇടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് മെസ്സേജായിട്ട് അവിടെ എത്തുക, ഒരു വീഡിയോ വന്നിട്ടുണ്ട് കാണൂ എന്ന് പറയും. നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങളത് കാണുക. അപ്പോൾ നമ്മൾക്ക് നല്ല ഒരു രാമായണത്തിലുള്ള രാമായണവുമായി ബന്ധപ്പെട്ട് ശ്രീരാമനെപ്പോലെ സീതാദേവിയെപ്പോലെ ശ്രേഷ്ഠമായൊരു ജീവിതം നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.